ഞാൻ വേറെ ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നൊരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ്. കംപ്ലീറ്റ് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോട്ട് എയർ ബ്രഷിന്റെ. അപ്പോൾ നോർമലി നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും ചെറിയ മുടിയുള്ള എനിക്ക് എന്തിനാണ് ഈ ഹെയർ സ്റ്റൈലിംഗ് ടൂളെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് പാർലറിലൊക്കെ പോകുന്നതിന്റെ ഒരു ചെറിയ സിമിലാരിറ്റി ഉള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഓണയർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇതിന് 1 year വാറന്റി ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇതിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ അങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേസ്റ്റൽ കളേഴ്സ് ഉള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് എന്തായാലും വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ പാക്കേജ് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഇതിന്റെ വാറന്റി കാർഡ്. ഇപ്പൊ നമ്മൾ ആമസോണിലൊക്കെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൺലൈൻ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വാറന്റി അവിടെ രജിസ്റ്റർ ആവും. പിന്നെ ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ യൂസർ മാനുവൽ. നമ്മൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ട് ചുറ്റുകുട്ടിട്ടാ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കംപ്ലീറ്റ് ആക്ച്വലി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് 2 ഹെഡ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഈ ഒരു ഡ്രൈ ചെയ്യാൻ വേണ്ടി, നമ്മൾ നനഞ്ഞ മുടി ഉണക്കാൻ വേണ്ടി ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡും. പിന്നെ വരുന്നത് ഇതാണ് സ്റ്റൈൽ ചെയ്യാനുള്ള ഹെഡ് വരുന്നത്. പിന്നെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ സംഭവം നമുക്ക് ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു ലോക്ക് അൺലോക്കിംഗ് പ്രസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടാവും. നമുക്ക് ഈ ഹെഡ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കായി എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ അഴിക്കണമെങ്കിൽ ഈ സാധനം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അഴിച്ചു. അത്രേ ഉള്ളൂ. അത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ ഇപ്പൊ എന്റെ മുടി നനവില്ല, അതുകൊണ്ട് എനിക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങും. ഞാൻ ചെയ്ത് നോക്കി ഗൈസ്. ഇതിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത്. ഇത് 360 ഡിഗ്രി ആയ കാരണം സാധാരണ എന്റെ എന്ത് സാധനം ചാർജർ ആണെങ്കിലും എന്താണെങ്കിലും ഈ താഴ്ഭാഗം പൊട്ടിപ്പോകുന്നത് ഒരു സ്ഥിരം സാധനമാണ്, ഇത് തിരിയാത്ത കാരണം. പക്ഷെ ഇത് അത്യാവശ്യം 360 ആയ കാരണം കുറച്ച് എളുപ്പമാണ്. ഇതിൽ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ, ഈ സാധനം ഇതിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി വെക്കരുത് എന്ന്. കാരണം അങ്ങനെ ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അപ്ലയൻസസും അല്ലെങ്കിൽ ടൂൾസ് ഒന്നും യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ പാടില്ല. നമ്മൾ ഇതിന്റെ മേലല്ലേ നോർമലി ഇത് ചുറ്റി വെക്കാം. പിന്നെ അടുത്ത ഹെഡ് എന്ന് പറയുന്നതാണ് ഈ സ്റ്റൈലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. സെയിം പോലെ തന്നെയാണ് ലോക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ പറയാ ഇങ്ങനെ ഉണ്ടോ. പിന്നെ ഇതിൽ 4 ഹീറ്റ് ടെമ്പറേച്ചറാണ് ഉള്ളത്: കൂൾ, ലോ, മിഡ് ആൻഡ് ഹൈ. അപ്പോൾ അതിൽ ഓരോ സ്ട്രേറ്റ്, ഇപ്പൊ നല്ല തിക്കായ ഹെയർ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ സ്ട്രേറ്റ് ചെയ്താലാണ് അത് കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിൽ അവർ പറയുന്നത് ഒരു ലോ ടു മീഡിയം എന്നുള്ള എന്താ പറയുക ടെമ്പറേച്ചറിലാണ് യൂസ് ചെയ്യേണ്ടത്. അതൊക്കെ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം ഹെയർ നമ്മൾ ഒരുപാട് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത്. ഇനി ഇല്ലെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, അങ്ങനെ സ്റ്റൈൽ ചെയ്യുക. ഇല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവാനും സ്ഥിരമായിട്ട് ഹീറ്റ് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് ഒട്ടും നല്ലതല്ല. പിന്നെ ഇവരെ പവർ പറയുന്നത് 1200 വാട്ടാണ് പവർ കൊടുത്തേക്കണത് ഇതിൽ. ഇത് ഞാൻ ഓണാക്കി കാണിച്ചാൽ, ഇത് ഞാൻ ഓണാക്കിയ സമയത്ത് ഇതിന് ഇത്തിരി സൗണ്ട് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് ഇത് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ഓണാക്കിയപ്പോൾ എനിക്ക് കുറച്ച് അധികം സൗണ്ട് ഉള്ള പോലെ തോന്നി. എനിക്ക് അറിയില്ല ഇങ്ങനെ ഇത്രയും സൗണ്ട് ഉണ്ടാവും ഇതിനെന്ന്. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ഫസ്റ്റ് പോർഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലോ, മേലെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ താഴെ ഒന്ന് വേവി ആക്കിയതാണ്. അപ്പോ ലൈക്ക് എനിക്കിത് അങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. മുടി ഇത്രയും ഷോർട്ട് ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇല്ല കുറച്ചും കൂടി ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം എന്നുള്ളവർക്കാണെങ്കിൽ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. പിന്നെ എന്റെ മുടി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര വേവി അല്ലെങ്കിൽ ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ അല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് സ്ട്രെയിറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ മുടിയിൽ അത് വർക്ക് ആവുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഇങ്ങനെ ഒരു ബ്ലോ ഡ്രൈ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ധാരണയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ കൊച്ചു ഹെയർ ആയ കാരണം ഞാൻ സലൂണിലൊക്കെ പോയിട്ടാണ് മെയിൻലി അങ്ങനെ ബ്ലോ ഡ്രൈ സ്ട്രെയിറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒക്കേഷണലി ചെയ്യണമെങ്കിൽ ചെയ്യുള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റൈലിംഗ് ടൂൾ വാങ്ങിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.